എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് കട്ട്ലറ്റ് ആണ്. എഗ് വൈറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഉള്ളിയൊന്നും ഫ്രൈ ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇഫ്താറിനൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഇവിടെ 4 മുട്ട പുഴുങ്ങി യെല്ലോ മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്, പുഴുങ്ങി ഉടച്ചെടുത്തതാണ്. പിന്നെ ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള മുളകാണ്. ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്. ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ മുട്ടയുടെ വെള്ളയൊന്ന് നമുക്ക് ഉടച്ചെടുക്കണം. ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. മുട്ടയുടെ വെള്ളം നമ്മളിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കൈ വെച്ചിട്ടാണ് ഉടച്ചെടുത്തത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് ഇഞ്ചിയാണ്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ നമ്മൾ അതിലേക്ക് പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാം. ഇത് നല്ല എരിവുള്ളതാണ്. 3 എണ്ണമാണ് ചേർത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അത് ചെറുതായി അരിയണം. എല്ലാം നമ്മൾ ചെറുതായിട്ടാണ് അരിയുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു സവാള, മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ എല്ലാം നന്നായിട്ട് ചെറുതായിട്ട് അരിയണം, എങ്കിൽ നമുക്കത് ഷേപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈവച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നതേ ഉള്ളൂ. കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റവ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം. റവയ്ക്ക് പകരം വേണമെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം. നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ ഈസിയാവും. അതിനാണ് അത് ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതേ അളവിൽ 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം, നോക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കട്ട്ലറ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഉണ്ടാക്കാം. ഇത് ബ്രെഡ് ക്രംസ് ആണ്, നമ്മൾ കട്ട്ലറ്റ് പൊതിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതാണ്. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഉപയോഗിക്കാം. മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സിൽ നിന്ന് ഓരോ ഉരുളകളാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ വട്ടത്തിലാണ് ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ട് ഉരുട്ടി ഷേപ്പാക്കി എടുക്കാം. നന്നായിട്ട് ഷേപ്പായ ശേഷം നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സിൽ മുക്കിയെടുത്തിട്ട് പിന്നീട് ബ്രെഡ് ക്രംസിലിട്ട് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. നന്നായിട്ട് ഷേപ്പാക്കി എടുക്കാം. നല്ല ബ്രെഡ് ക്രംസ് നന്നായിട്ട് ഉപയോഗിച്ച് ഫുള്ളൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ആദ്യത്തെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ കട്ട്ലറ്റും ഇതേപോലെ റെഡിയാക്കി എടുക്കാം. കട്ട്ലറ്റുകളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഞാനൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കുകയാണ്. അങ്ങനെ നമ്മളെ കട്ട്ലറ്റൊക്കെ വറുക്കാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമേ നമ്മൾ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എല്ലാം ഇട്ട് കൊടുത്ത ശേഷം 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ സെറ്റ് കട്ട്ലറ്റ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇത് ഒരു സൈഡ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു സൈഡായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതും ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡും കൂടെ ആയ ശേഷം നമുക്ക് എടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. എല്ലാം മാറ്റിയ ശേഷം നമുക്ക് അടുത്ത സെറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഉള്ളിയൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. താങ്ക്